നമസ്കാരം. ഈ നെഗറ്റീവ് കമൻറ്റുകൾ സോഷ്യൽ മീഡിയ ഇടുന്ന ആളുകളുടെ ഒരു പ്രത്യേക അത്ര ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയം എന്താണെന്നറിയാം. ഈ അവരുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടണം മറ്റേ ആൾക്കാരിൽ നിന്ന്. ഇത്രയുള്ള അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു 10 കമൻറ്റ് വരുമായിരിക്കും. ഓക്കെ, നല്ല കാര്യം എന്നൊക്കെ. എന്നാൽ അതിൽ ഒരു കമൻറ്റ് മോശമാണെങ്കിൽ എന്നെ അത് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്യും. ഞാൻ ആർക്ക് റിപ്ലൈ കൊടുത്തില്ലെങ്കിലും ആ കമൻറ്റിന് റിപ്ലൈ ചിലപ്പോൾ കൊടുക്കുന്നിരിക്കും. അപ്പം ഇന്നത്തെ കാലത്തൊന്നും അതിനൊരു ആൾക്കാർക്ക് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ഒരു ഫേക്ക് ഐ ഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് സ്വന്തം ഫേസിലും സ്വന്തം ഐ ഡി ചെയ്യുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ഒരു മടിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലുള്ള ഒരു ഫാമിലി, അവർ 3 വീഡിയോസ് ചെയ്യുന്ന ഒരു കപ്പിളാണ്. അവരൊരു വീഡിയോ ചെയ്തു, അതിലവർ 2 പേരും ഡാൻസ് കളിക്കുന്നൊരു വീഡിയോ ഉണ്ട്. എനിക്കങ്ങനെ ആ വീഡിയോ കണ്ടിട്ടൊന്നും വലിയ മോശമായിട്ട് തോന്നില്ല. ആ സ്ത്രീക്ക് നോർമലി വണ്ണമുണ്ട്, ഭർത്താവിനും വണ്ണമുണ്ട്. പക്ഷേങ്കിൽ ഒരു കമൻറ്റ് വന്നിരിക്കുന്ന കമൻറ്റ്, ആ കമൻറ്റിനകത്ത് നമ്മളിപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു അൽഗോരിതം വെച്ചിട്ട് 1000 കമൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ചില നെഗറ്റീവ് കമൻറ്റുകൾ ആദ്യം കയറി വരും. അത് ഇവരുടെ ഒരു ടെക്നിക്കാണ്. നമ്മൾ ആ നെഗറ്റീവ് കമൻറ്റ് എടുക്കുമ്പോൾ, കാരണം അവർ ആ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇതിന് നമുക്ക് ഈ മറ്റൊരാൾ കാണാൻ എങ്ങനെ ബൂസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇവർ കൊടുക്കുന്നത്. അപ്പം ഇയാൾ ഒരു മനുഷ്യൻ എഴുതിയിരിക്കുകയാണ്, തള്ളച്ചിയുടെ ഡാൻസ് എന്തൊരു ബോറാണ്. ആ സ്ത്രീക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 32 അല്ല 33 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു തള്ളച്ചി എന്നാണ് വിളിച്ചേക്കുന്നത്. വേറെ മുതുക്കി ഇറങ്ങിയേക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളെക്കാളും 10-30 വയസ്സിന് മൂത്തുള്ളടത്തിന് എഴുതുന്ന ഈ കമൻറ്റ്. ഞാൻ പറയുന്നത് അവരതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, അവർ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് നമ്മളിപ്പം ഒരു ഡാൻസ് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, വേണ്ട വിട്ടേരെ. എന്തിനും മോശമായ ഒരു കമൻറ്റ് ഇടുന്നത് മറ്റൊരാളുടെ ഇടയിൽ ഞാൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും കാണിക്കുമ്പോൾ ചിന്തിക്കേണ്ട വെച്ചാൽ ഈ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുന്ന, അല്ല ഇത് ആരാണ് ഈ കമൻറ്റ് ഇട്ടതെന്ന് നോക്കുന്ന എല്ലാവരും തന്നെ ഇയാളെപ്പറ്റി അറിയുകയാണ്. പലപ്പോഴും പല ആൾക്കാരിട്ടിരിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയാണ്, പ്രൊഫൈൽ പിക്ചറായിട്ടും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പിക്ചറായിട്ടൊക്കെ അവരുടെ കുഞ്ഞുങ്ങളുടെ, അവരുടെ ഫാമിലിയുടെ ഫോട്ടോയാണ്. നിങ്ങൾ ചെയ്യുന്ന വിവരക്കേടിന് എന്തിനാ ആ കുഞ്ഞുങ്ങളെ കൂടെ ആവശ്യമില്ലാതെ പോലെ തെറിയിപ്പിക്കുന്നത്? നമ്മൾ ചില കമൻറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മോശപ്പെട്ട കമൻറ്റുകൾ ഇടുന്നതിൻ്റെ ആൾക്കാരുടെ മെൻറ്റാലിറ്റിയുടെ കുഴപ്പമാണ്. അത്തരം കമൻറ്റുകൾ കഴിവതും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഞാൻ നേരത്തെ റിയാക്ട് ചെയ്യുമായിരുന്നു. ചിലപ്പോൾ എന്നെ ആൾക്കാർ തെറിയൊക്കെ വിളിച്ച് ചിലപ്പോൾ ഇടും. അപ്പോൾ ഞാൻ ചിലപ്പോൾ നേരത്തെ റിയാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ വെച്ചാൽ, നീ ഇതിനെ വെറുതെ അതിനോട് റിയാക്ട് ചെയ്യാൻ പോയിട്ട് പിന്നെ നിനക്ക് മാനസിക ബുദ്ധിമുട്ട്, ഇത് വായിക്കുന്ന ആൾക്കാർക്കൊരു മാനസിക ബുദ്ധിമുട്ട്. അതിനെ ഒന്നുമില്ല, അതിനൊരു ഓപ്ഷന് സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുണ്ട്, ഡിലീറ്റ്. ഒറ്റ ബട്ടനെ പരിപാടി തരും. ഡിലീറ്റ് ചെയ്യുക. മോശമാണോ, വീണ്ടും മോശം കമൻറ്റ് ഇടുന്നു, ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. ഒരാൾ സബ്സ്ക്രൈബർ